ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കോളിഫ്ലവർ ചിക്കൻ കറി വെച്ച് നോക്കാം. കോളിഫ്ലവർ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും കടുകൂടിട്ട് നന്നായിട്ടൊന്ന് കടുക് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള കുറച്ച് വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓരോന്നോരോന്നായിട്ടാണ് ഇടുന്നത്. പച്ചമുളക് ഇട്ടതിന് ശേഷം കുറച്ച് സമയം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയുടെ ചതച്ച ഉണ്ടായിരുന്നു അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറേ സമയം ഒന്ന് തുറന്ന് വെച്ച് വേവിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റ് മാക്സിമം എടുക്കത്തുള്ളൂ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം ഒന്ന് മൂത്ത് വരും, നന്നായിട്ട് വഴന്ന് വരും. അപ്പോഴത്തേക്കും നമുക്ക് ഈ ചൂടുവെള്ളത്തിലിട്ടിരിക്കുന്ന കോളിഫ്ലവർ എടുത്തൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനൊരു ഓൾറെഡി ഒരു ബാഡ് സ്മെല്ലുണ്ട് ഈ കോളിഫ്ലവറിന്. അപ്പോൾ അതുമല്ല ഒരു ചെറിയ പുഴുവൊക്കെ കാണാം. അപ്പോൾ അതിനാണ് നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് ഉപ്പ് ഇട്ടിട്ട് ഈ കോളിഫ്ലവർ അതിനകത്തേക്ക് ഇട്ട് വയ്ക്കുന്നത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോഴത്തേക്കും നമ്മുടെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. കറിക്ക് എപ്പോഴും ലാസ്റ്റാണ് തക്കാളി ആഡ് ചെയ്യുന്നത്. തക്കാളി സെപ്പറേറ്റ് വേവാനായിരിക്കും. നമുക്കൊന്ന് സെപ്പറേറ്റ് ഇട്ട് വേവിക്കാം. എല്ലാവരും ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുരുമുളക് ഒന്ന് ഇടിച്ച് വയ്ക്കാം. നമ്മൾ വഴന്നു വന്നതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ്. കുറച്ച് ചിക്കൻ മസാലയുടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളമോടെ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒന്ന് കുറുകി വരുന്നിടം വരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചുകൂടി വെള്ളമോട് ആഡ് ചെയ്യാം. കാരണം ഈ കോളിഫ്ലവർ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് കുരുമുളക് മാത്രം ഇട്ടാൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കറി വന്നിട്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ തിന്നാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.